പൊതുജനം കഴുതയലസർ എന്ന പരിപാടിയിൽ ഇന്ന് ആദ്യം കുട്ടനാട്ടിൽ നിന്നുള്ള കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടനാട്ടിലെ ദുരിതം ഒഴിയുന്നില്ല എന്നതാണ് ഈ കാഴ്ച നമ്മളോട് പറയുന്നത്. ഒരു മഴ പെയ്തൊഴിഞ്ഞതിന്റെ ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോഴും കുട്ടനാട്ടിലെ കർഷകർ ഉള്ളത്. അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും പാടശേഖരങ്ങളിൽ നിയന്ത്രിത പമ്പിംഗ് നടത്തണം എന്നതാണ് ഇപ്പോൾ കർഷകരുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് സർക്കാർ. പമ്പിംഗ് നടത്തിയില്ലെങ്കിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും പാടശേഖരങ്ങളും വീടുകളും വെള്ളത്തിനടിയിലാകുന്ന കഷ്ടതയാകും കുട്ടനാട്ടിലുണ്ടാവുക. മുൻ വർഷങ്ങളിൽ സ്വന്തം പണം ഉപയോഗിച്ചാണ് കർഷകർ പമ്പിംഗ് നടത്തിയിരുന്നത്. ഇക്കുറി അതിനും കഴിയില്ല എന്നതാണ് കുട്ടനാട്ടുകാരുടെ ദുരവസ്ഥ. അപ്രതീക്ഷിത വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ പാടശേഖരങ്ങളെ ഇക്കാണുന്ന അവസ്ഥയിലാക്കി. രണ്ടാം കൃഷി ഇതോടെ അസാധ്യമായി. പക്ഷെ പാടശേഖരങ്ങൾ ഇങ്ങനെ ഇടാനാവില്ല. നിയന്ത്രിതമായി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വരുന്ന മഴയിൽ ഇവിടുത്തെ എല്ലാ വീടുകളും വെള്ളത്തിനടിയിലാകും. ദുരിതം കർഷകർക്ക് മാത്രമല്ല, കുട്ടനാട്ടിലെ പൊതുജനങ്ങളും മാസങ്ങളോളം വെള്ളത്തിലാവും. മുൻവർഷങ്ങളിൽ ഈ ദുരിതം ഒഴിവായത് കർഷകർ സ്വന്തമായി പമ്പിംഗ് നടത്തിയതിനാലാണ്. വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പും എത്തി. കുട്ടനാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. 3 മാസത്തോളം ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാവും. ഇപ്പോൾ ചമ്പക്കുളം പഞ്ചായത്തിൽ തന്നെ 4 പാടശേഖരങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 700ഓളം വീടുകൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ആൾക്കാർക്ക് താമസിക്കുവാനും വേണ്ട എന്തിനു വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഇത് വഴിതെളിക്കും. കഴിഞ്ഞ 10 ദിവസമായി ചമ്പക്കുളം പാടശേഖരത്തിന് ചുറ്റുമുള്ള വീടുകൾ വെള്ളത്തിനടിയിലാണ്. രോഗികളും പ്രായമായവരും അനുഭവിക്കുന്നത് തീരാ ദുരിതം. ായ കുഞ്ഞച്ചന് ആശുപത്രിയിൽ പോകേണ്ട തീയതി കഴിഞ്ഞു. വീടിന് ചുറ്റും വെള്ളമാണ്. വെള്ളം പറ്റി എനിക്ക് ആശുപത്രിയിൽ പോകണം. ഒന്നാമത്തെ കാര്യമാണ് എത്രയും പെട്ടെന്ന് വെള്ളിയാഴ്ചത്തേക്ക് വെള്ളം പറ്റിക്കണം. റോഡിലെ വെള്ളമെങ്കിലും പറ്റിച്ച് കിട്ടിയാൽ മതി. മുൻവർഷങ്ങളിൽ നിയന്ത്രിത പമ്പിംഗ് നടത്തിയ വകയിൽ കർഷകർക്ക് സർക്കാർ നൽകാനുള്ളത് 30 ലക്ഷത്തിലധികം രൂപയാണ്. നഷ്ടകൃഷിയുടെ കാലത്ത് സർക്കാരിന്റെ പറഞ്ഞു പറ്റിക്കൽ. ഇക്കുറി കർഷകർ ഒരു തീരുമാനമെടുത്തു. രേഖാമൂലം ഞങ്ങൾക്ക് എഴുതി തരണം. ഞങ്ങൾക്ക് പൈസ തന്നുകൊള്ളാവുന്ന പാടശേഖരങ്ങൾക്ക് എഴുതി തന്നെങ്കിൽ മാത്രമേ ഇനിയും നിയന്ത്രിത പമ്പിങ്ങായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നാളിതുവരെ ഈ ഇനത്തിൽ 1 രൂപ പോലും സർക്കാർ പാടശേഖരങ്ങൾക്ക് നൽകിയിട്ടില്ല. അനന്ത സാധ്യതകളുള്ള ഒരു സ്വർഗതുല്യമായ പ്രദേശം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് നശിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഈ കുട്ടനാട്ടിൽ താമസിക്കാൻ ആരും തയ്യാറാകത്തില്ല. കാരണം നമ്മൾ ഓരോ വർഷം കഴിയും തോറും 5 വർഷം നമ്മൾ പിന്നിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പരിഭവങ്ങളുടെ കായൽ നടുവിലാണ് കുട്ടനാട്. ന് ശേഷം നിയന്ത്രിത പമ്പിങ്ങിനായി സർക്കാർ 1 രൂപ ഇവിടുത്തെ കർഷകർക്ക് നൽകിയിട്ടില്ല. ഇക്കൊല്ലവും അങ്ങനെ മുഖം തിരിച്ചു നിൽക്കുകയാണ് സർക്കാരെങ്കിൽ കുട്ടനാട്ടുകാരുടെ ജീവിതം ഇങ്ങനെ എല്ലാ കാലവും വെള്ളത്തിനടിയിലാകും എന്നുള്ള ദുരിത സത്യം മനസ്സിലാക്കിയേ പറ്റൂ. കുട്ടനാട്ടിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കുട്ടനാട്ടിലെ ഈ ദുരിത കാഴ്ച നമ്മുടെയൊക്കെ സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്നും കർഷകരെ സംരക്ഷിക്കുമെന്നും ഒക്കെ വലിയ വാക്കിൽ വാഗ്ദാനം നൽകിയിട്ടുള്ള സർക്കാർ ഒന്നും തന്നെ ഇവരുടെ കഷ്ടതകളിലേക്ക് നോക്കുന്നില്ല, അവരെ സഹായിക്കാൻ എത്തുന്നുമില്ല. അതുകൊണ്ടാണ് 2018 ശേഷം നിയന്ത്രിത പമ്പിങ്ങിന് 1 പൈസ പോലും നൽകിയിട്ടില്ല എന്ന കർഷകരുടെ വേദന നിറഞ്ഞ പരിഭവം കാണാതെ പോകുന്നത്. ഇനി എഴുതി ഒപ്പിട്ട് നൽകിയാലല്ലാതെ പാടശേഖരങ്ങളുടെ ഈ നിയന്ത്രിത പമ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാടശേഖരങ്ങൾക്ക് ഉറപ്പ് നൽകാതെ ഒരു ചില്ലിക്കാശ് പോലും എടുത്ത് ചിലവാക്കാനില്ല എന്ന ദുരിതം പറയുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പാകത്തിൽ സർക്കാർ കരുണ കാണിക്കും എന്ന് നമുക്ക് കരുതാം. 30 ലക്ഷം രൂപയാണ് പമ്പിംഗ് വകയിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിയിൽ നഷ്ടം നേരിടുന്ന തങ്ങളെ ഇനിയും പറഞ്ഞു പറ്റിക്കരുത് എന്ന് മാത്രമേ കർഷകർക്ക് പറയാനുള്ളൂ.
അടുത്ത മഴ വരുന്നതിന് മുൻപെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഇവർ പറയുന്നത്. അവരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഈ വിഷയത്തിൽ കാണാം. എല്ലാ വർഷവും കുട്ടനാടുകാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പൊക്കം. പരിഹാരം കാണുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നില്ല. ജനപ്രതിനിധികൾ പോലും ഇതിന് മുന്നിട്ടിറങ്ങുന്നില്ല. അത്യാവശ്യമായിട്ട് ഓരോരുത്തരോരോ വള്ളങ്ങൾ വാങ്ങുന്നു. അത് കാശുള്ളവൻ വാങ്ങുന്നു, ഇല്ലാത്തവൻ അതും മാർഗ്ഗമില്ല. ചങ്ങാടത്തെ കയറി ഇറങ്ങുകയാണ്. ആ അവസ്ഥയിലാണ്. ഈ ചങ്ങാടത്തെ തന്നെ ഇരുന്ന് മലമൂത്ര വിസർജനവും നടത്തേണ്ട അവസ്ഥയും ഉണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ സർക്കാരിന് നല്ലത്. അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് കൊടുക്കണം. ദാറ്റ് ഓൺലി ദേ ആർ ഡിസേർവ് ടു ലീവ്. ഓക്കെ, അവർക്കത് ചെയ്തു കൊടുക്കുക. 11 ദിവസമായി ഈ വെള്ളത്തിൽ കിടക്കുന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് കയറിയതാണ് ഈ വെള്ളം. അന്നും കൈ കിട്ടിയതും കൊണ്ട് പോയി. ബാക്കിയുള്ള എല്ലാം കിടക്കുക. ബ്രിഡ്ജും കട്ടിലും എല്ലാം ഒഴുകി നടക്കുക. പിന്നെ ഇനിയും ഒരു തമ്പിലും ഇല്ലാതെ എന്നെ പിടിച്ച് മേളിൽ കയറ്റി. ഇനിയും പാടാ. ഇത് വെള്ളം കുറച്ചിടണം. അല്ലെ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് താഴെ ഇറങ്ങുന്നത്? അപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല ഞങ്ങൾക്കൊന്ന് നീന്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ. വെള്ളത്തിൽ കിടക്കുക. ഇപ്പോഴും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കിഴക്കൊരുമ്പുണ്ട്. അവിടെ ഭയങ്കര വെള്ളം. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഒക്കുന്നില്ല.